ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ടു ടി സി ഹാക്കർ. നമ്മുടെ ഈ ടെലഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് കാണിക്കുന്ന ഈ ലിങ്കിലോട്ട് നിങ്ങൾ കയറുക. ഈ ലിങ്കിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് വരും. രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാൻ വലിയ പ്രോസസ്സൊന്നുമില്ല. നിങ്ങളുടെ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും പാസ്വേഡും കൂടെ കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് ലെവൽ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞ ഈ സംഭവം നിങ്ങൾ കീപ്പ് ചെയ്യണം. അതായത് നമ്മൾ ഈ ഫസ്റ്റ് ലെവലിൽ 10, 30, 70 എന്ന് പറഞ്ഞാൽ നമ്മൾ ലെവൽ ബെറ്റ് ചെയ്യുക. ഇത് ബെറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാനൊരു പ്രഡിക്ഷൻ തന്നു നിങ്ങൾക്ക്. അതായത് നമ്മുടെ ഗ്രൂപ്പിലൊരു പ്രഡിക്ഷൻ വന്നു, സ്മോളാണ് ഇനി വരാൻ പോകണമെങ്കിൽ. ആ സ്മോളിൽ നിങ്ങൾ 10 രൂപ വെച്ചു. അത് നിങ്ങൾ ലോസ് ആയി കഴിഞ്ഞാൽ അടുത്ത ലെവൽ നമ്മൾ വെക്കാനുള്ള പൈസ നമ്മളെ കയ്യിൽ വേണം. എന്നാലേ നമുക്ക് ആ 10 രൂപ പോയത് തിരിച്ച് പിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ലെവൽ ബിഗ് ആണെന്നുണ്ടെങ്കിൽ ബിഗ്ഗിൽ നമ്മൾ എന്ത് ചെയ്യും, 30 വെക്കും. അപ്പോൾ 30 വെക്കുമ്പോൾ നിങ്ങൾക്ക് 60 റുപ്പീസ് നിങ്ങളുടെ കയ്യിൽ വരും. അതിൽ നിങ്ങൾ പോയ 10 രൂപയും കൂടെ നമുക്ക് ലാഭിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് ഈ ലെവൽ ഓഫ് ഫണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ലെവൽസ് വെക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ വേണം. അതായത് ഫസ്റ്റ് ലെവലിൽ നമ്മൾ 10 രൂപ വെച്ച് കളിക്കുമ്പോൾ മിനിമം നമ്മളെ കയ്യിൽ 2,960 രൂപ, 3,000 രൂപേൻ്റെ അടുത്ത് എന്തായാലും വേണം. സെക്കൻഡ് ലെവൽ 20 റുപ്പീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് ലെവൽ. ഇതിൽ നമുക്ക് മിനിമം നമ്മളെ കയ്യിൽ ഉണ്ടാവുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5,920, അത് 6,000-ൻ്റെ അടുത്ത് നമുക്ക് കയ്യിൽ വേണം. ഓക്കെ, അതുപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കളിക്കാൻ പറ്റും. നമ്മൾ ഏറ്റവും ലോ ലെവലാണ് ഈ താഴെ കാണുന്നത്. 1 റുപ്പി വെച്ച് കളിക്കുക, 1, 3, 9 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കളിക്കുക. അപ്പോൾ നമുക്ക് അതിലൊരു 1,100 റേഞ്ച് ഉണ്ടായാൽ മതി. അപ്പോൾ ഈ ലെവൽ ഓഫ് ഫണ്ട് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഒരിക്കലും പ്രഡിക്ഷൻ പാസ്സാവില്ല. അതായത് കണ്ടിന്യൂസ് ഒരിക്കലും സക്സസ് ആവില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ലെവൽ ഓഫ് ഫണ്ട് നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ എത്ര ലെവൽ വെക്കാൻ പറ്റും നിങ്ങൾ കണ്ടോളൂ. ഫസ്റ്റ് 10 വെച്ച് നോക്കുകയാണെങ്കിൽ 10, 30, 1, 2, 3, 4, 5, 6, 7 ലെവൽ നമുക്ക് വെക്കാൻ പറ്റും. അതായത് നമുക്ക് ഈ ഫെയിൽസ് എന്ന് പറയുന്നത് ഒരിക്കലും 7 ലെവൽ വരില്ല. 7 ലെവൽ 8 ലെവലൊക്കെ അപൂർവം വരലാണ്. നമ്മൾ ഒരിക്കലും അത് കണക്കൂട്ടരുത്. അത്രയും ലെവൽസ് വരെയുള്ള നമുക്ക് വെക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ വേണം. ഇനിയും കൂടുതലുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ ഉണ്ടാവുന്നത് നല്ലതാണ്. മനസ്സിലായോ? ചില സമയങ്ങളിൽ 7, 8 തവണ വരെ ഫെയിൽസ് വരാറുണ്ട്. നമ്മൾ പ്രഡിക്ഷൻ നമ്മൾ അതിനനുസരിച്ച് കീപ്പ് ചെയ്യും. നമ്മൾ കണ്ടിന്യൂസ് ഫെയിൽസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ആയിരിക്കും അടുത്ത പ്രഡിക്ഷൻ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നമ്മൾ 7 കൂടുതൽ എന്തായാലും പ്രഡിക്ഷൻ ഫെയിൽ വരില്ല. 7 വരില്ല ഒരിക്കലും. 4 വരെ വന്നിട്ടുണ്ട്, 5 വരെ വന്നിട്ടുണ്ട്. നമ്മൾ 4 വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളത് കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കറക്റ്റായി വരും. അതായത് പ്രഡിക്ഷൻ കറക്റ്റായിട്ട് വരും. അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളത് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ഈ ലെവൽ ഓഫ് ഫണ്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. അത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട്, ചെറിയ എമൗണ്ട് ഒരിക്കലും ഡെപ്പോസിറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞത് ഇതിൽ ലെവൽ 1 റുപ്പി, അതായത് തീരെ നമ്മളുടെ അടുത്ത് പൈസ ഇല്ല, അത്രയും ബുദ്ധിമുട്ടാണ്, 1,000 ഉള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ലെവൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ. ഈ ഒരു ലെവൽ, അതായത് 1 റുപ്പി, 3 റുപ്പി, അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വലിയൊരു പ്രോഫിറ്റിലോട്ട് എത്താൻ പറ്റില്ല ഒരിക്കലും. കാരണം ഈ 1 രൂപ വെച്ചിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അതിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഈ 10 റുപ്പീസും ഞാൻ കണക്കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു 6,000 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ ഈ 20 റുപ്പീസ് ഇട്ട് കളിക്കുന്നതാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള സാധനം. അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട് 50 റുപ്പീസിൻ്റെ. അതിൻ്റെ ലെവൽ ഓഫ് ഫണ്ടൊക്കെ ഞാൻ അയക്കാം, പിന്നെ പയ്യെ അയക്കാം. നിങ്ങളുടെ അടുത്ത് എത്ര ഫണ്ട് ഉണ്ടോ അതിൽ കൂട്ടിയിട്ടിട്ട് ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ലെവൽ ഓഫ് ഫണ്ട് സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്കൊരു ലെവൽ, നിങ്ങളുടെ അടുത്തുള്ള എമൗണ്ടിൽ ഇതുപോലെ ഇൻറ്റു ചെയ്തിട്ടുള്ള എമൗണ്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ലോസ് വരില്ല. ഒരു 7, 8, 10 ആയിക്കോട്ടെ, 10 ലെവൽ വരെ നിങ്ങളുടെ അടുത്ത് ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും ലോസ് വരില്ല. അത് ഒരിക്കലും ലോസ് വരാത്ത ലെവലിൽ ഞങ്ങൾ പ്രഡിക്ഷൻ കൊടുക്കും. നിങ്ങൾ ധൈര്യമായിട്ട് നിന്നോളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ഒരിക്കലും ചെറിയ എമൗണ്ട് ഇട്ട് കളിക്കേണ്ട എന്നാണ് ഞാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും ചെറിയ എമൗണ്ട് ഇട്ട് കളിക്കരുത്. ഏറ്റവും കുറവ് നിങ്ങളുടെ അടുത്തൊരു 6 റുപ്യെങ്കിലും 6, 8 രൂപയെങ്കിലും നിങ്ങൾ കയ്യിൽ വെക്കണം. ഓക്കെ, അപ്പോൾ ഈ താഴത്ത് കാണിക്കുന്ന ഈ ഡെപ്പോസിറ്റ്, ഈ സംഭവം നിങ്ങൾ ഒന്ന് മൈൻഡിൽ വെക്കുക. ഇതുപോലെ നമ്മൾ ഹൈ എമൗണ്ട് ഇട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലെവൽസ് കളിക്കാനുണ്ടാവും. അത്രയും ലെവൽസിലൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ഫെയിൽസ് വരില്ല. അതാണ് നിങ്ങളുടെ സക്സസ്. അതായത് 10 വെച്ചു, അതിൽ ഫെയിലായി, പിന്നെ നിങ്ങളെന്ത് ചെയ്യുക വെച്ചാൽ ആദ്യം 10 വെച്ചു, നിങ്ങളതിൽ ഫെയിലായി, പ്രഡിക്ഷൻ തെറ്റായി. അതേപോലെ തന്നെ നിങ്ങൾ 30 വെച്ചു, അതിലും പ്രഡിക്ഷൻ തെറ്റി. അടുത്തത് 70 വെച്ചു, അതിലും പ്രഡിക്ഷൻ തെറ്റി. അടുത്ത് നിങ്ങൾ 150 വെച്ചു, അതിലും പ്രഡിക്ഷൻ തെറ്റി.
അടുത്ത് നിങ്ങൾ 350 വെച്ചു. അപ്പോൾ നിങ്ങൾ എന്തായി, അവിടെ പാസ്സാവുമ്പോൾ ഈ ലോസായ ഇത്രയും പൈസയും നിങ്ങളെ കയ്യിലോട്ട് വരും. മനസ്സിലായോ? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇത്രയും ലോസായ പൈസ ഒക്കെ കണക്ക് കൂട്ടിയിട്ട് ഇതിൻ്റെ 350 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡബിൾ വരും. അപ്പോൾ നിങ്ങളത് കണക്ക് കൂട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ലോസായ പൈസ കംപ്ലീറ്റ് നിങ്ങൾക്ക് അതിൻ്റെ അകത്തു നിന്ന് തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ കണ്ടിന്യൂസ് മൾട്ടിപ്പിൾ ചെയ്ത് വെക്കാനുള്ള ഫണ്ട് നമ്മളെ കയ്യിൽ എപ്പോഴും ആ TC ആപ്പിൽ വേണം. അത് നിങ്ങൾ ഒരിക്കലും കുറയരുത്. അതായത് അമൗണ്ട് കുറച്ച് ഇടരുത്. കുറച്ച് വലിയ എമൗണ്ട് ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് 100% ഉണ്ടാക്കാൻ പറ്റും. ധൈര്യമായിട്ട് ഇട്ടോളൂ. അതേപോലെ തന്നെ വിഡ്രോവലിനും ഒരു പ്രോബ്ലം ഇല്ല. എനിക്കൊരു പ്രാവശ്യം വിഡ്രോവൽ പ്രോസസ്സിങ് വന്നിട്ടുണ്ടായിരുന്നു. 24 hours ഉള്ളിലാണ് അത് കയറിയത്. അപ്പോൾ അങ്ങനെ ചില സമയത്ത് ആ പ്രോസസ്സിങ് വരും. അങ്ങനെ വരികയാണെങ്കിൽ അത് 24 hours ഉള്ളിൽ അതിൽ നമുക്ക് കംപ്ലീറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള കസ്റ്റമർ സർവീസും എല്ലാം ഈ TC ആപ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ലെവൽ ഓഫ് ഫണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. മനസ്സിലാവാത്തൊരു ഒന്നും കൂടെ ഒന്ന് മെസ്സേജ് അയക്കാം. ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാകും. നമ്മളിപ്പോൾ കുറച്ച് മുമ്പേ ഒരു പ്രഡിക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചെണ്ണം. ആ പ്രഡിക്ഷൻ്റെ അകത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും 609 സ്മോളിന് വിന്നാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ വിന്നാണ്. ഇതൊക്കെ ഞാനിപ്പോൾ 50 rupees ഇട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് 50, ഇതിന് 50, ഇതിന് 50 കിട്ടി. പിന്നെന്തായി, ഇവിടെ ഒരു 50 വെച്ചപ്പോൾ ലോസായി. നമ്മളിപ്പോൾ 50 കിട്ടിയില്ല വെച്ചാൽ അടുത്തത് 100 വെക്കാൻ പോകരുത് കേട്ടോ. ലോസ് വരുമ്പോൾ മാത്രമേ 100 വെക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു ലോസ് വന്നു എനിക്ക്. ഈ സാധനം ഇത് ലോസാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അടുത്തതിൽ 100 വെച്ചു. ഇവിടെ 50 വെച്ചു, അടുത്തതിൽ ഞാൻ 100 വെച്ചു, ഇവിടെ 100 വെച്ചു. അത് എനിക്ക് 200 ആയിട്ട് പ്രോഫിറ്റ് വന്നു. പോയ 50 കൂടെ കൂട്ടിയിട്ട് 200 ആയിട്ട് എനിക്ക് പ്രോഫിറ്റ് വന്നു. പിന്നെ അതിൻ്റെ അടുത്തത് പിന്നെ എനിക്ക് ലോസായി. അതിൻ്റെ അടുത്തത് എനിക്ക് എന്ത് ചെയ്തു, വിന്നായി. മനസ്സിലായോ? ഒരിക്കലും നമ്മൾ പ്രഡിക്ഷനിൽ ലോസ് വരില്ല എന്ന് വിചാരിച്ച് ചെയ്യരുത്. ലോസ് വരും. ലോസ് വരുമ്പോൾ അതിനെ റിക്കവർ ചെയ്യാനുള്ള നമുക്ക് ഫണ്ട് നമ്മുടെ അടുത്ത് വേണം. ഓക്കെ, എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ആരോടും ഒരുപാട് പൈസ ഇട്ട് കളിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിക്കല്ല. നിങ്ങൾക്കൊരു വിശ്വാസം വരുന്നത്, നിങ്ങളൊന്ന് ഗെയിം ഒന്ന് അനലൈസ് ചെയ്യും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നമ്മുടെ ഗെയിം, നമ്മുടെ പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വിശ്വാസം വരും. അപ്പോൾ ഓക്കെ, എനിക്ക് ഇത്ര ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ എത്ര പ്രോഫിറ്റ് വരും എന്നുള്ളൊരു പ്രഡിക്ഷൻ നമുക്കൊരു തോന്നൽ വരും ഉള്ളിൽ. അത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇട്ട് കളിച്ചോളൂ. ഞാനത് പറയാം, നിങ്ങൾ ധൈര്യമായിട്ട് ഇട്ടോളൂ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഞാനും ഇതുപോലെ കുറേ പൈസ കളഞ്ഞൊരു വ്യക്തിയാണ്. ഈ TC ആപ്പിൽ ഇതേപോലെ തന്നെ ഒരുപാട് പൈസ കളഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒരുപാട് ഇതിൽ അനലൈസ് ചെയ്തിട്ടും ഒരുപാട് കാര്യങ്ങൾ തപ്പിപ്പിടിച്ചിട്ടൊക്കെയാണ് എനിക്ക് ഈ ഹാക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി കിട്ടിയത്. അപ്പോൾ എനിക്കിപ്പോൾ ആ പോയ പൈസകളൊക്കെ ഞാൻ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ജോയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ലായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഞാനുണ്ട്. എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരും. നിങ്ങൾ ധൈര്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യുക, നിങ്ങളുടെ മണി ഏൺ ചെയ്യുക. ഓക്കെ.